നമസ്കാരം. എല്ലാവർക്കും ജ്യോതിർവാണിയിലേക്ക് സ്വാഗതം. മിഥുനം രാശിക്കാരെ, ശനി വക്രം നിങ്ങളോട് പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. മിഥുനം രാശിക്കാരെ, കഴിഞ്ഞ കുറച്ച് സമയമായി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ എത്ര ശ്രമിച്ചാലും ചില കാര്യങ്ങൾ ഒന്ന് വൈകുന്നത് പോലെ. ഒരു ജോലി തീരാൻ സമയം എടുക്കുന്നു, കിട്ടേണ്ട മറുപടി കിട്ടുന്നില്ല. ചില തീരുമാനങ്ങൾ വീണ്ടും വീണ്ടും ആലോചിക്കേണ്ടി വരുന്നു. പണം വരാനുണ്ട്, പക്ഷേ പ്രതീക്ഷിച്ച സമയത്ത് കയ്യിൽ എത്തുന്നില്ല. ഇതെല്ലാം ഒരുമിച്ച് സംഭവിക്കുമ്പോൾ പലരും ചോദിക്കും, എന്താണ് എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ നീളുന്നത്? മിഥുനം രാശിക്കാരെ, ഇതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ശനി വക്രഗതിയിലേക്ക് കടന്നിരിക്കുന്ന ഈ കാലം നിങ്ങളുടെ ജീവിതത്തിലെ ഏത് മേഖലയെയാണ് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുന്നത്? അതിലും പ്രധാനമായി ഇപ്പോൾ വൈകുന്നതായി തോന്നുന്ന ഒരു കാര്യം പിന്നീട് നിങ്ങൾക്ക് ഗുണമായി മാറുമോ? അതാണ് ഈ വീഡിയോയുടെ അവസാനം നമ്മൾ നോക്കുന്നത്. ആദ്യം പറയേണ്ടത് ഒരു കാര്യമാണ്. ശനി വക്രം എന്ന് കേട്ടാൽ ഉടനെ പേടിക്കും. പക്ഷേ ജ്യോതിഷത്തിൽ ശനി വക്രഗതി എന്നത് എല്ലാം മോശമാകുന്ന സമയമെന്ന് അർത്ഥമില്ല. ചില കാര്യങ്ങൾ വീണ്ടും പരിശോധിക്കാനും തിരുത്താനും പാകപ്പെടുത്താനും ശനി നമ്മളെ നിർബന്ധിക്കുന്ന കാലമാണിത്. മിഥുനം രാശിക്കാർക്ക് പ്രത്യേകിച്ച് തൊഴിൽ, ഉത്തരവാദിത്വം, സ്ഥാനമാനം, ഭാവിയിലെ ലക്ഷ്യങ്ങൾ എന്നിവയിൽ ഈ കാലഘട്ടം കൂടുതൽ ചിന്തിപ്പിക്കുന്നതായിരിക്കും. നിങ്ങൾ ഇപ്പോൾ തോന്നുന്നുണ്ടാകാം, ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടല്ലോ, ഇതിൻ്റെ ഫലം എപ്പോഴാണ് എനിക്ക് കിട്ടുന്നത്? അവിടെയാണ് ശനിയുടെ സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ശനി വേഗത്തിൽ ഫലം തരുന്ന ഗ്രഹമല്ല, പക്ഷേ നിലനിൽക്കുന്ന ഫലം നൽകാൻ ശ്രമിക്കുന്ന ഒരു ഗ്രഹമാണ്. ജോലി ചെയ്യുന്ന മിഥുനം രാശിക്കാർ, ജോലി സ്ഥലത്ത് ചെറിയ മാറ്റങ്ങൾ വരാം. നിങ്ങളുടെ ഉത്തരവാദിത്വം കൂടാം. മറ്റുള്ളവർ ഒഴിവാക്കുന്ന ചില കാര്യങ്ങൾ പോലും നിങ്ങളുടെ ചുമലിൽ വരാം. ആദ്യമൊക്കെ ഇത് ബുദ്ധിമുട്ടായി നിങ്ങൾക്ക് തോന്നാം, പക്ഷേ ഇതിൽ പിന്നിൽ ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ കഴിവ് പരീക്ഷിക്കപ്പെടുകയാണ്. ഇപ്പോൾ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് പിന്നീട് നിങ്ങളുടെ സ്ഥാനത്തെ സ്വാധീനിച്ചേക്കാം. അതുകൊണ്ട് മേലുദ്യോഗസ്ഥരുമായി അനാവശ്യ തർക്കം നിങ്ങൾ ഒഴിവാക്കുക. ഒരു വാക്ക് തെറ്റായി പറഞ്ഞാൽ പോലും അത് വലിയ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാം. പ്രത്യേകിച്ച് കോപത്തിൽ ജോലി സംബന്ധമായ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കരുത്. ജോലി അന്വേഷിക്കുന്നവർക്ക് ഒരു സൂചന. മിഥുനം രാശിയിൽ ജോലി തേടുന്ന ചിലർക്ക് ഒരു കാര്യം സംഭവിക്കാം. നിങ്ങൾ ഒരിക്കൽ അപേക്ഷിച്ചിരുന്ന സ്ഥാപനത്തിൽ നിന്നോ മുമ്പ് സംസാരിച്ച ഒരാളിൽ നിന്നോ പഴയൊരു അവസരത്തിൽ നിന്നോ വീണ്ടും ബന്ധപ്പെടൽ ഉണ്ടാകാം. ഇത് കഴിഞ്ഞല്ലോ എന്ന് നിങ്ങൾ കരുതിയ കാര്യം വീണ്ടും മുന്നിൽ വരാം. അതിനെ ഉടൻ തള്ളിക്കളയേണ്ടതില്ല, പക്ഷേ പഴയതാണെന്ന കാരണത്താൽ മാത്രം സ്വീകരിക്കുകയും വേണ്ട. ഈ അവസരം ഇപ്പോൾ നിങ്ങൾക്ക് യോജിക്കുന്നതാണോ എന്ന് പരിശോധിച്ച ശേഷം മാത്രം നിങ്ങൾ തീരുമാനം എടുക്കുക. മിഥുനം രാശിക്കാരുടെ ബിസിനസ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് കണക്ക് ആണ്. വരുമാനം മാത്രം നോക്കരുത്, പണം എവിടെയാണ് പോകുന്നത് എന്ന് നോക്കണം. കിട്ടാനുള്ള തുകകൾ വൈകുന്നുണ്ടെങ്കിൽ അവ പിന്തുടരുക. പഴയ ഇടപാടുകൾ ഉണ്ടെങ്കിൽ വീണ്ടും പരിശോധിക്കുക. പാർട്ട്ണർഷിപ്പിൽ പ്രവർത്തിക്കുന്നവർ വാക്കിൽ മാത്രം കാര്യങ്ങൾ ഉറപ്പിക്കാതെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കേണ്ടതാണ്. ഒരു ചെറിയ അശ്രദ്ധ പിന്നീട് വലിയ തലവേദന ആകാതിരിക്കാൻ ഇപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. മിഥുനം രാശിക്കാരെ, പണം വരില്ല എന്നല്ല ഇവിടെ പറയുന്നത്. പക്ഷേ പണം വരുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് വന്ന പണം എത്രത്തോളം നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയും എന്നതാണ്. അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാകാം. വീടുമായി ബന്ധപ്പെട്ട ചില ആവശ്യങ്ങൾ വരാം. ജോലി അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചില ചെലവുകളും നിങ്ങൾക്കുണ്ടാകാം. അതുകൊണ്ട് ഈ കാലത്ത് കിട്ടിയല്ലോ എല്ലാം ചെലവാക്കാം എന്ന രീതിക്ക് പകരം കുറച്ച് നിയന്ത്രണം വേണം. പ്രത്യേകിച്ച് മറ്റൊരാളുടെ വാക്ക് കേട്ട് പെട്ടെന്ന് വലിയ സാമ്പത്തിക തീരുമാനം നിങ്ങൾ എടുക്കരുത്. മിഥുനം രാശിക്കാർക്ക് പലപ്പോഴും മനസ്സിൽ ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ നടക്കും. പക്ഷേ അത് പുറത്തു പറയാതെ ഉള്ളിൽ സൂക്ഷിക്കുന്ന സ്വഭാവം ഉണ്ടാകാം.
ഇതാണ് ചിലപ്പോൾ വീട്ടിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ജോലിയുടെ ടെൻഷനാണെങ്കിൽ അത് തുറന്നു പറയുക. മിണ്ടാതിരുന്നിട്ട് മറ്റുള്ളവർ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. പ്രത്യേകിച്ച് ദാമ്പത്തിക ജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾ വലിയ പ്രശ്നമാകാതിരിക്കാൻ സംസാരത്തിൽ ക്ഷമ വേണം. പ്രണയബന്ധത്തിലുള്ളവർ, ഇവിടെ ഒരു കൗതുകകരമായ കാര്യമുണ്ട്. ഒരു ബന്ധം യഥാർത്ഥത്തിൽ ശക്തമാണോ എന്ന് മനസ്സിലാക്കുന്ന സമയമാകാം ഇത്. ഒരാൾ പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. അതേസമയം യഥാർത്ഥ സ്നേഹമുള്ള ബന്ധമാണെങ്കിൽ ചില പ്രശ്നങ്ങൾ തുറന്ന് സംസാരിച്ച് പരിഹരിക്കാനും നിങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് ഈ കാലത്ത് സംശയം മാത്രം അടിസ്ഥാനമാക്കി തീരുമാനം എടുക്കരുത്. സത്യം മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ തീരുമാനമെടുക്കുക. ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. മിഥുനം രാശിക്കാരിൽ ചിലർക്ക് ഇപ്പോൾ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടാകാം. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ചില സമയങ്ങളിൽ ജീവിതം നിലനിൽക്കുന്നതും പോലെ തോന്നുന്നത് യഥാർത്ഥത്തിൽ ദിശ മാറുന്നതിന് മുമ്പുള്ള ഒരു ഇടവേള ആയിരിക്കും. ശനി നിങ്ങളോട് ചോദിക്കുന്നത് നിനക്ക് ശരിക്കും വേണ്ടത് എന്താണ് എന്നതാണ്. ജോലിയാണോ, സ്ഥിരതയാണോ, സ്വന്തം ബിസിനസ്സാണോ, സാമ്പത്തിക സുരക്ഷയാണോ, അല്ലെങ്കിൽ വർഷങ്ങളായി മാറ്റിവെച്ച ഒരു വ്യക്തിപരമായ ലക്ഷ്യമാണോ? ഈ കാലത്ത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത ലഭിക്കാം. ശനി വക്രകാലത്ത് മിഥുനം രാശിക്കാർ ചെയ്യേണ്ടത് വലിയ കാര്യങ്ങൾ ഒരുമിച്ച് മാറ്റാൻ ശ്രമിക്കേണ്ട. പകരം ഒന്നൊന്നായി ശരിയാക്കുക. തീർക്കാതെ കിടക്കുന്ന ജോലി തീർക്കുക. പഴയ കടങ്ങൾ ക്രമപ്പെടുത്തുക. സാമ്പത്തിക കണക്കുകൾ പരിശോധിക്കുക. ജോലിയിൽ ക്ഷമ പാലിക്കുക. ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. ഇതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഗുണം ചെയ്യുക. ഒരു ചെറിയ പരിഹാരം: ശനിയാഴ്ച ശനിദേവനെ പ്രാർത്ഥിക്കുക. കഴിയുന്നവർ എള്ളെണ്ണ ദീപ തെളിയിക്കുക. ആവശ്യക്കാരായ ഒരാൾക്ക് ഭക്ഷണമോ കഴിയുന്ന സഹായമോ ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം: പരിഹാരം ഇതിനോടൊപ്പം നമ്മുടെ പ്രവൃത്തിയും ശരിയാക്കുക. വാക്കു പാലിക്കുക. അന്യായം ചെയ്യാതിരിക്കുക. മറ്റൊരാളുടെ അവകാശം നിഷേധിക്കാതിരിക്കുക. ശനിയുടെ കാര്യത്തിൽ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മിഥുനം രാശിക്കാർക്ക് അവസാനമായി ഒരു സന്ദേശം: ഇപ്പോൾ നിങ്ങൾക്ക് വൈകുന്നതായി തോന്നുന്ന കാര്യങ്ങൾ എല്ലാം നഷ്ടമായി എന്ന് നിങ്ങൾ കരുതേണ്ട. ശനി വേഗം കുറയ്ക്കാം, പക്ഷേ വഴി തടയില്ല. ഇപ്പോൾ നടക്കുന്ന ഓരോ അനുഭവവും നിങ്ങളുടെ അടുത്ത ഘട്ടത്തിലേക്കുള്ള തയ്യാറെടുപ്പായിരിക്കാം. അതുകൊണ്ട് ക്ഷമ നഷ്ടപ്പെടുത്തരുത്. പ്രത്യേകിച്ച് ജോലി സംബന്ധമായ ഒരു വലിയ തീരുമാനം എടുക്കാനിരിക്കുന്ന മിഥുനം രാശിക്കാർ, ആ തീരുമാനം ഈ കാലത്ത് എങ്ങനെ എടുക്കണം എന്ന്, ഏത് കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ആരൊക്കെയാണ് ശനി വക്രകാലത്ത് കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത് എന്നത് അടുത്ത ഭാഗത്ത് വിശദമായി നോക്കാം. ഈ പ്രവചനം നിങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ഓം ശം ശനൈശ്വരായ നമ എന്ന് എഴുതാം. ഇത്തരത്തിലുള്ള രാശിഫലങ്ങളും ഗ്രഹമാറ്റങ്ങളുടെ വിശദമായ ഫലങ്ങളും കേൾക്കാൻ ജ്യോതിർവാണിയോടൊപ്പം തന്നെ തുടരൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭമാകട്ടെ. നന്ദി, നമസ്കാരം.